നാരായണ 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 പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനുന്തേ ചരിതൈസ്ത്വദീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. വാഴകുന്നം ഗുരുവരൻ വാസുദേവദ്വിജോത്തമൻ വാതാലയേശ സദ്ഭക്തൻ വിശ്വൈകവിശ്രുതൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാജേത്യധാന്നാമധേയം സോമരാജ ഇവാപര സൂര്യവത് വിസൃജൻ ഗൃഹൻ പ്രതപംശ്ച ഭുവോ വസു. ദുർധർഷസ്തേജസേവാഗ്നി മഹേന്ദ്രൈവ ദുർജയ തിരിക്ഷയാ ധരിത്രീവ ദ്യൗരിവാഭീഷ്ടദോ നൃണാം. വർഷതി സ്മ യഥാ കാമം പർജന്യ ഇവ തർപ്പയൻ സമുദ്ര ഇവ ദുർബോധ സത്വേനാചലരാടിവ ധർമ്മരാടിവ ശിക്ഷായാം. ആശ്ചര്യേ ഹിമവാനിവ കുബേര ഇവ കോശാഢ്യ ഗുപ്താർത്ഥോ വരുണോ യഥാ. മാതരിഷ്വേവ സർവാത്മാ ബലേന സഹ സൗജസാ അവിഷഹ്യതയാ ദേവോ ഭഗവാൻ ഭൂതരാടിവ. കന്ദർപ്പ ഇവ സൗന്ദര്യേ മനസ്വീ മൃഗരാടിവ വാത്സല്യേ മനുവനൃണാം പ്രഭുത്വേ ഭഗവാനജ. ബൃഹസ്പതിർബ്രഹ്മവാദേ ആത്മവത്വേ സ്വയം ഹരി ഭക്ത്യാ ഗോ ഗുരുവിപ്രേഷു വിശ്വക്സേനാനുവർത്തിഷു. ഹ്രിയാ പ്രശ്രയശീലാഭ്യാം ആത്മതുല്യ പരോദ്യമേ. കീർത്യോർധ്വഗീതയാ പുംഭി ത്രൈലോക്യേ തത്ര തത്ര പ്രവിഷ്ട കർണരന്ധ്രേഷു സ്ത്രീണാം രാമ സതാമിവ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അല്പനേരം ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിലെ വൈന്യൻ എന്ന പേരിൽ അംഗമഹാരാജാവിൻ്റെ കുടുംബത്തിലെ വേനൻ്റെ മകനായി ജനിച്ച ശ്രീ പൃഥുമഹാരാജാവിൻ്റെ ചരിത്രമാണ് അനുസ്മരിക്കാൻ നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. അതനുസരിച്ച് പൃഥുചരിത്രം എന്തൊക്കെ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ടോ അത് മുഴുവനും ഇതാ ഇപ്പോൾ ജപിച്ച ആ 12ഓളം ശ്ലോകങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാഗവതം മുഴുവനും ദ്വാദശസ്കന്ധത്തിലെ 12ാം അധ്യായത്തിലുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ പ്രസ്താവിച്ച് കേട്ട പ്രസംഗിച്ച് കേട്ട
വിഷയത്തിലും ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്നിവ എന്താണ്, അതും അപൂർവവൈദ്യനായ സാക്ഷാൽ ധന്വന്തരിയുടെ കാഴ്ചപ്പാടിലൂടെ എന്ന് ഇവിടെ വ്യക്തമാക്കി. നമ്മളത് കേട്ടു. അതിൽ നിന്നും ആധ്യാത്മികതയുടെ പറഞ്ഞില്ലേ, ആധ്യാത്മികം, ആധിദൈവികം, ആധിദൈവികം, ആധിഭൗതികം എന്നിവയുടെ ആയുർവേദിക് വശം, ആയുർവേദിക് സൈഡ് എന്നൊക്കെ പറയാറുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ കുറേയധികം സാധിച്ചു. അപൂർവ വിദ്യായ എന്ന് പറയണത് പോലെയുള്ള ഒരു അപൂർവമായ പ്രഭാഷണം നമുക്ക് കേൾക്കാൻ സാധിച്ചു. നമ്മളൊക്കെ രോഗികളാണെന്നും രോഗികളായില്ലോ എന്ന് വിചാരിച്ചിരിക്കേണ്ടവരല്ല, മറിച്ച് അതിന് എതിരെ വേണ്ട പോലെ പ്രവർത്തിക്കേണ്ടവരാണെന്നും വളരെ വ്യക്തമാക്കി പ്രഭാഷകൻ. അപ്പോൾ ആധ്യാത്മികതയെക്കുറിച്ച്, ആധിദൈവികം, ആധിഭൗതികം എന്നിവയെക്കുറിച്ചൊക്കെ ആയുർവേദം എന്ന ശാസ്ത്രം, ആ വേദം, ആയുർവേദം, ധനുർവേദം മുതലായി അനവധി വേദങ്ങൾ, 4 വേദം അല്ലാണ്ട് പിന്നെയും ഉണ്ട് 6 വേദങ്ങൾ എന്ന് പറയാറുണ്ട്. അതിൽ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കി. സാക്ഷാൽ ശ്രീ ധന്വന്തരമൂർത്തിയുടെ അനുഗ്രഹവിശേഷം നമുക്കൊക്കെ നമ്മുടെ മാനസിക ചികിത്സയ്ക്ക് എന്ത് വേണം, ഏത് ഡോക്ടറെ കാണണം എന്നുള്ളത് സംശയാതീതമാക്കി പറഞ്ഞു തന്നു, വ്യക്തമാക്കി തന്നു. വേറൊരു ഡോക്ടറെ കാണണ്ട, ഭാഗവത ഡോക്ടറെ തന്നെ കണ്ടാൽ മതി. ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ പാകത്തിന് കാണിച്ചു തരും. അതുപോലെയാണ് നമ്മൾ മോഡേൺ രീതിയിൽ ഭരണരീതിയെക്കുറിച്ച് പറയാറുണ്ട്. ഇന്ത്യയിലെ ഭരണം ലോകത്തിലെ അനവധി രാജ്യങ്ങൾക്ക് പ്രചോദനം നൽകിയതാണ്. നമ്മൾ മറ്റേതോ രാജ്യത്തുനിന്ന് കടമെടുത്തതാണ് നമ്മുടെ രീതി, ഭരണരീതി എന്ന് പോലും നമ്മൾ ഭാഗവതം വായിക്കാത്തിടത്തോളം കാലം പറയും. എന്നാൽ ഭാഗവതത്തിലെ പൃഥുചരിത്രം പറയണു, നമ്മുടെ ഡെമോക്രസി, നമ്മുടെ ജനാധിപത്യ ഭരണ രീതി അത് വേറെ ഒരു രാജ്യത്തുനിന്നും കടമെടുത്തതല്ല, മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ, ജനങ്ങളുടെ എന്നൊക്കെയുള്ള നിർവചനം, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ഡെമോക്രസി ഓഫ് ദ പീപ്പിൾ, ഡെമോക്രസി ഫോർ ദ പീപ്പിൾ, ഡെമോക്രസി ബൈ ദ പീപ്പിൾ എന്നൊക്കെ പറയണത് പൃഥുമഹാരാജാവിൻ്റെ ഭരണത്തിൽ നിന്ന് കടമെടുത്തതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമാക്കി കാണിച്ചു തരണു ഈ ഭാഗം. പൃഥുചരിത്രം. പൃഥോസ്തൽ സൂക്തമാകർണ്യ സാരം സുഷ്ഠു മിതം മധു. വാക്കിനുണ്ടാവേണ്ടുന്ന ഏറ്റവും വലിയ യോഗ്യതകൾ ലോകത്തിലെ എല്ലാ ഗംഭീരന്മാരായ പ്രാസംഗികന്മാർക്കും ഭാരതത്തുനിന്ന് പകർന്നു കൊടുത്തതാണ്. നമ്മൾ പറയുക മാർക്കാൻ്റണിയുടെ പ്രസംഗമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗം. ഡെമോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പൃഥുമഹാരാജാവിൻ്റെ ഒരു പ്രസംഗമുണ്ട്. അത് ഈ പറഞ്ഞ മാർക്കാൻ്റണിയുടെ പ്രസംഗത്തെയും വെല്ലുന്നതായിരുന്നു എന്ന് അത് വായിച്ച് പഠിച്ചവർക്ക് നല്ലവണ്ണം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മൈത്രേയ മഹർഷി വിതുരന് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് തൃതീയവും ചതുർത്ഥവും. അതിൽ മൈത്രേയം പറയണു വിതുരനോട് ഭഗവാന്റെ പ്രസംഗം, പൃഥുമഹാരാജാവിൻ്റെ പ്രസംഗം ഭൂമിയിൽ നടക്കുമ്പോൾ
അത് ആകാശത്തുനിന്ന് കേട്ട് സനകാദികൾ ഭൂമിയിലിറങ്ങി പൃഥുമഹാരാജാവിൻ്റെ പ്രസംഗത്തിൻ്റെ ശ്രോതാക്കളായിരുന്നു എന്ന് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ഡെമോക്രസിയെക്കുറിച്ച്, ഭരണരീതിയെക്കുറിച്ച്, ഓരോ ഭരണാധികാരികളും എങ്ങനെ ആവണം എന്നതിനെക്കുറിച്ചൊക്കെ പൃഥുമഹാരാജാവ് പ്രസംഗിക്കുന്നത് കേൾക്കാൻ സനകാദികൾ വന്നുവെങ്കിൽ എന്താവും അദ്ദേഹത്തിൻ്റെ യോഗ്യത നമുക്ക് ആലോചിച്ചാലറിയാം. ഭാഗവതത്തിലെ ഭാഗവത സപ്താഹം നാരദന് വേണ്ടി പാടിക്കൊടുത്തവരാണ് സനകാദികൾ എന്ന മാഹാത്മ്യത്തിൻ്റെ അന്ന് നമ്മൾ കേട്ടു. ഇവിടെ ഓരോ വാക്കും പറയുന്ന പൃഥുവിൻ്റെ യോഗ്യത സനകാദികൾ 4 പേരും തലകുലുക്കി സമ്മതിച്ചുകൊണ്ടാണ് വന്നിറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ യോഗ്യത ചാരു, ചിത്രപദം, ശ്ലക്ഷ്ണം, മൃഷ്ടം, ഗൂഢം, അവിക്ലവം, സർവേഷാമുപകാരാർത്ഥം, സാരം, സുഷ്ഠു, മിതം, മധു. ഇതാണ് ഒരു പ്രാസംഗികൻ്റെ യോഗ്യത ഉണ്ടാവേണ്ടത് വാക്കുകൾക്ക്. ഇത് ഓരോ വാക്ക് പറയുമ്പോഴും സനകാദികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ വാക്കിനും ഓരോ പ്രസംഗ രീതിക്കും ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ തികഞ്ഞിരിക്കണു. ഇവിടെ പറഞ്ഞ 11 യോഗ്യതയാണ്. സാരു, ചിത്രപദം, ശ്ലക്ഷ്ണം, മൃഷ്ടം, ഗൂഢം, അവിക്ലവം, സർവേഷാമുപകാരാർത്ഥം, സാരം, സുഷ്ഠു, മിതം, മധു. ഈ സാരം, സുഷ്ഠു, മിതം, മധു എന്നുള്ളത് ചുരുങ്ങിയത്, അതിൻ്റെ വിതരണം അല്ലെങ്കിൽ അതിൻ്റെ വിസ്താരം ആണ് നമ്മൾ കേട്ടത്. ഊചിവാൻ ഇതമുർവീശ. നമുക്ക് അടുത്ത കാലത്ത് ഭാരതത്തിലെ ഈ പൃഥുവിൻ്റെ പ്രസംഗത്തെ അതേപടി അവതരിപ്പിച്ച ഒരു മഹാനുഭാവനെ ഓർമ്മിക്കാം. വിദേശത്ത് പോയി പ്രസംഗിച്ച, ലോകത്തിൻ്റെ മുഴുവനും കയ്യടി, ഈ പറഞ്ഞ ഗുണഗണങ്ങളോട് കൂടിയ പ്രസംഗം എന്ന രീതിയിൽ നേടിയ വിവേകാനന്ദ സ്വാമികളുടെ പ്രസംഗം. അപ്പോൾ ഇവിടെ പൃഥുവിനെ പ്രാസംഗികൻ്റെ രംഗത്തേക്ക്, വേദിയിലേക്ക് ക്ഷണിച്ച് അദ്ദേഹം വരുമ്പോൾ തന്നെ വിവേകാനന്ദ സ്വാമികൾ അന്ന് അമേരിക്കയിൽ പോയി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് വിളിച്ചപ്പോഴേക്കും തന്നെ സകല ആളുകളും കയ്യടിയോടെ, രോമാഞ്ചത്തോടെ, ആവേശപൂർവം അദ്ദേഹത്തിൻ്റെ വാക്കിനെ അംഗീകരിച്ചു എന്ന് നമ്മളിപ്പോഴും ആവർത്തിച്ച് പറയണില്ലേ. ജനുവരി 12 വിവേകാനന്ദ സ്മരണയായിരുന്നു. അപ്പോൾ ആ വിവേകാനന്ദ സ്വാമികളുടെ നിൽപ്പ്, ചലനം, വാക്കുകളുടെ മാധുര്യം, ഓരോരുത്തരെയും തൻ്റെ പ്രസംഗത്തിലേക്ക് വശീകരിക്കുന്ന രീതി, അതൊക്കെ ഇവിടെ പൃഥുവിൻ്റെ ചിത്രം അവതരിപ്പിക്കുന്ന മൈത്രേയൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രാംശു ഉത്ഥിത സദസോ മധ്യേ താരാണാം ഉടുരാടിവ. പൃഥുമഹാരാജാവ് എഴുന്നേറ്റ് നിന്നപ്പോൾ പ്രാംശു പീനായുധഭുജ ഗൗര കഞ്ചാരുണേക്ഷണ സുനാസ സുമുഖ സൗമ്യ പീനാംസ സുദ്വിജസ്മിത വ്യൂഢവക്ഷ ബൃഹശ്രോണി വലിവൽക്കുതളോദര ആവർത്തനാഭി ഓജസ്വി കാഞ്ചനോരു ഉദഗ്രപാൽ സൂക്ഷ്മവക്രാസിതസ്നിഗ്ധ കന്ധര മൂർധജ കമ്പുകന്ധര മഹാധനേ ദുകൂലാഗ്രേ പരിധായോപവീയച്ച. വിവേകാനന്ദ സ്വാമിയുടെ കഥ വായിച്ചവർക്കൊക്കെ അറിയാം. തലേന്ന് അദ്ദേഹം ഏതോ ഒരു ദിക്കിൽ പെട്ടു, പ്രസംഗത്തിനെത്താൻ പറ്റാണ്ടായി. എന്നിട്ട് ഏതോ ഒരു സ്ത്രീയുടെ സഹായത്തോടെയാണ് അദ്ദേഹം പ്രസംഗവേദിയിലേക്ക് കഷ്ടിച്ചെത്തിയത്. ശിശിരസ്നിഗ്ധ താരാക്ഷമൈക്ഷത സമന്തത. ആ പ്രസംഗവേദിയിലെത്തിയ അദ്ദേഹം 4 പാടും നോക്കി. ഊചിവാൻ ഇതമുർവീശ സദസംഹർഷയന്യവ. ആദ്യത്തെ വാക്ക് തന്നെ എത്രയോ ജനങ്ങളെ അദ്ദേഹം കയ്യിലെടുത്തു കഴിഞ്ഞു ഇല്ലേ. അത് ഈ പൃഥുമഹാരാജാവിൻ്റെ പ്രസംഗത്തെ
അനുകരിച്ച് നിൽപ്പും നടപ്പും ശൈലിയും ആ ഉത്തരീയം പുതയ്ക്കലും ഒക്കെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇന്ന് നമുക്ക് പറയാം വിവേകാനന്ദൻ്റെ ശൈലിയും എന്ന്. അപ്പോൾ ഭാഗവതം എന്താണ്, ഭാഗവതത്തിലെ കഥാപാത്രങ്ങൾ എന്താണ്, അത് പുതിയ തലമുറയ്ക്ക് എങ്ങനെ പകർന്നു കൊടുക്കണം, ഭാരതത്തിൻ്റെ ആ ആധ്യാത്മിക തേജസ്സിനെ എന്നൊക്കെ നല്ലവണ്ണം അറിയാവുന്ന വിവേകാനന്ദ സ്വാമികൾ അത് ചെയ്തത് ഈ നമ്മളിന്ന് അനുസ്മരിക്കാൻ പോകുന്ന പൃഥുമഹാരാജാവിൻ്റെ കഥയിലെ ഈ രംഗം കണ്ടിട്ടാണോ എന്ന് തോന്നും. ഭാഗവതം വായിച്ചു തുടങ്ങി രാമകൃഷ്ണദേവൻ പറഞ്ഞിട്ട് വിവേകാനന്ദൻ അതിൽ അദ്ദേഹത്തിന് വളരെ 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 ഗംഭീരവും ആസ്വാദ്യമാനമായിട്ട് തോന്നി. പക്ഷേ അദ്ദേഹം ഗുരുനാഥനോട് പറഞ്ഞു അത്രേ, വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണദേവനോട്, എനിക്ക് ഭാഗവതം വളരെ 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 ഇഷ്ടമായി, പക്ഷേ ഗുരുനാഥ എൻ്റെ മനസ്സിൻ്റെ പോരായ്മ കൊണ്ട് രാസലീല എത്ര വായിച്ചിട്ടും അത് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ വൃന്ദാവനത്തിലെ സ്ത്രീകളോടുകൂടി ആടിപ്പാടി, അതും വളരെ ചെറിയൊരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അതങ്ങോട്ട് മനസ്സിലേക്ക് യോജിച്ച് കിട്ടുന്നുണ്ട്. ആ ഗുരുനാഥൻ വായിക്കാൻ പറഞ്ഞു, വായിച്ചു എന്നല്ലാതെ എപ്പോഴും എനിക്ക് അതിനെപ്പറ്റി ഒരു ശരിയല്ലാത്ത ബോധം ഉള്ളിലുണ്ടാവണു. ഞാൻ എന്തു വേണം? ചിരിച്ചുകൊണ്ട് പുറത്തു തട്ടി അനുമോദിച്ചുകൊണ്ട് ഗുരുനാഥൻ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു അത്രേ, വേറൊന്നും വേണ്ട, അത് ഇനിയും 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 വായിച്ചു കൊണ്ടിരിക്കൂ. അത് മാത്രമേ വേണ്ടൂ, സ്വയം അതിൽ നിന്ന് ബോധ്യം വരും എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെയാണ് വിവേകാനന്ദ സ്വാമികൾ രാസലീലാഭാഗം കൂടുതൽ 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 ശ്രദ്ധയോടെ പഠിച്ചുകൊണ്ട് വായിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം അത് മനസ്സിലാക്കി. അതുകൊണ്ട് എന്തായി, പിന്നെ അത് വിട്ട് വേറൊന്നിലേക്ക് മനസ്സ് വ്യാപരിക്കാനില്ലാതെ കണ്ടായി. അവിടെ മാത്രം മുഴുക. വൃന്ദാവനവും അങ്കനാമങ്കനാമന്തരാ മാധവ മാധവം മാധവം ചാന്തരേണാങ്കന ഇത്തമാകൽപ്പിതേ മണ്ഡലേ മധ്യഗ സഞ്ജഗൗ വേണുനാ ദേവകീ നന്ദന അംഗഭംഗി കണ്ടു കണ്ടനങ്കമാൽ പിണഞ്ഞുമേവും അങ്കനാജനത്തോടെ മനങ്കലർന്ന മാധവൻ രംഗനാഥനെന്നു പേർ പുകഴ്ന്ന നാഥൻ ഇന്നെനിക്ക് സംഘനാശമെന്നു ചൊന്ന മംഗളം തരേണമേ. ഇതാണ് അതിൻ്റെ ആശയം എന്ന് മനസ്സിലാവുന്നതുവരെ, മനസ്സിലുറയ്ക്കുന്നതുവരെ ആസക്തിയോ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ വളരെ പച്ചയ്ക്ക് പറയുന്ന രംഗങ്ങളോ അല്ല 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 മറിച്ച് ഹൃദ്രോഗമാശ്വപഹിനോതി. തൻ്റെ ഹൃദയത്തിൽ ഈ പറഞ്ഞ കുറച്ച് രോഗം, ഹൃദ്രോഗം ചില സംശയ രൂപത്തിലുണ്ട്. അതുകൊണ്ടാണ് തനിക്കിത് മനസ്സിലാവാത്തത്. എപ്പോൾ ആ ഹൃദ്രോഗം അപഹിനോതി തന്നിൽ നിന്ന് മാറുന്നുവോ അന്ന് തനിക്ക് രാസലീല മനസ്സിലാവും, ബോധ്യമാവും. അപ്പോൾ രാമകൃഷ്ണദേവൻ ശിഷ്യനായ വിവേകാനന്ദനോട് പറഞ്ഞതുപോലെ അദ്ദേഹം അത് സ്വീകരിച്ച് തനിക്കുള്ള സംശയങ്ങൾ സ്വയമേവ മാറുന്നതുവരെ അത് വായിച്ചെടുത്തു. അത് വായിച്ച് മനസ്സിലാക്കി ഗുരുനാഥനോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം അവിടുന്ന് പറഞ്ഞതുപോലെ വായിച്ചെടുത്തത് കൊണ്ട് കൂടുതൽ 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 അതിൽ ഏകാഗ്രഭാവം വരുത്തിയത് കൊണ്ട് അടിയന് അത് ഇപ്പോൾ പഴയ രീതിയിലുള്ള സംശയങ്ങളെ നിവാരണം ചെയ്യാൻ സാധിച്ചു. തെറ്റിദ്ധാരണകൾ മാറിത്തിറങ്ങണു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്രമാത്രം ഭാഗവതത്തിലെ രംഗങ്ങൾ എത്ര സംശയം തോന്നിയാൽ അത് വീണ്ടും വീണ്ടും പഠിച്ച് ഗുരു അനുമോദിക്കുന്നത് വരെ അതിൽ തന്നെ മുഴുകിയിരിക്കുന്ന അദ്ദേഹം
പൃഥു പ്രാസംഗിക ശൈലി എടുത്തുകൊണ്ടാണ് അവിടെ പോയി, വിദേശത്ത് പോയിട്ട് മൈസൂർ രാജാവിൻ്റെ അനുവാദത്തോടെയാണ് വിദേശത്തേക്ക് പോയതെന്നൊക്കെ നമ്മുടെ ചരിത്രത്തിൽ വായിക്കാറുണ്ട്. അവിടെ പ്രസംഗിച്ച് ലോകത്തിലെ ഒന്നാമത്തെ പ്രാസംഗികനായി തിരിച്ചു വന്നത് അല്ലേ. അപ്പോൾ ആ യോഗ്യത നുഴഞ്ഞു കയറി ഓരോ പദങ്ങളിലും ഉള്ള അർത്ഥം വ്യക്തമാക്കാനുള്ള സൂക്ഷ്മബുദ്ധി അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനത് സാധിച്ചു. നമുക്കാർക്കും നമ്മുടെ എഴുത്തുപോലോ നമ്മുടെ നിശ്ചിത വിമർശനം ഭാവമോ ഈ സൂക്ഷ്മബുദ്ധിയിലേക്ക് ആവണില്ല. നമ്മൾ പൊതുവേ പുറമേ കുറേ നോക്കും, എന്തൊക്കെയോ ചിലത് മനസ്സിലാക്കി എന്ന് വയ്ക്കും. എൻ്റെ അഭിപ്രായം തന്നെയാണ്, അല്ലെങ്കിൽ അത് തിരുത്താൻ തയ്യാറില്ല ഒന്നുകിൽ, അല്ലെങ്കിൽ തിരുത്തിയാലും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു പോരും. അതല്ല വിവേകാനന്ദൻ. അപ്പോൾ വിവേകാനന്ദന് എത്രമാത്രം ഭാരതീയ ആദർശങ്ങളോട് ബഹുമാനമുണ്ടോ, അതിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള അത്യാവേശമുണ്ടോ, അത് മുഴുവനും രാസലീലയിൽ ഉണ്ണികൃഷ്ണൻ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ വെച്ച് കാട്ടിക്കൊടുത്തു എന്ന് പറയുമ്പോൾ രാസലീലയുടെ മാഹാത്മ്യം അതിന് വ്യക്തമാണ്. മരിക്കാറായ സാക്ഷാൽ ഭീഷ്മപിതാമഹൻ ഒടുവിൽ അനുസ്മരിച്ച രംഗവും ഈ രാസലീലയാണ്. ഗോപികളോടുകൂടി നൃത്തമാടിയ കൃഷ്ണൻ എൻ്റെ ഹൃദയത്തിലെ എന്തിനോടെല്ലാമോ ഉള്ള കാമം, ആശയം, ആശ, ആഗ്രഹം അതൊക്കെ മാറ്റി എൻ്റെ കൃഷ്ണനോട് മാത്രമുള്ള കാമം എന്നുള്ളത് ഹൃദ്രോഗമാവണു ശ്രീകൃഷ്ണനോടല്ലാതെ കണ്ടായി മാറുമ്പോൾ. അപ്പോൾ ആ ഹൃദ്രോഗം മാറ്റി യഥാർത്ഥത്തിലുള്ള രാഗം, ഹൃദയത്തിൻ്റെ രാഗം, ഹൃദ്രോഗം അല്ല, ഹൃദയത്തിൻ്റെ രാഗം, അത് കൃഷ്ണനോട് മാത്രം ആവുക. ബാക്കിയുള്ള ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാവുമ്പോൾ, ബാക്കിയുള്ള രാഗങ്ങളൊക്കെ ഇല്ലാതാവുമ്പോഴാണ് കൃഷ്ണനോടുള്ള രാഗം വലുതാവണത്, ഭഗവാനോടുള്ള രാഗം വലുതാവണത്. അത് മനസ്സിലാക്കി തന്നു ഗോപികൾ. അതാണ് സാക്ഷാൽ പൃഥുമഹാരാജാവ്. ആ പൃഥുമഹാരാജാവിൻ്റെ കഥ, അതിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ദിവസങ്ങളിൽ അനുസ്മരിച്ചതാണ്. എങ്കിലും ഇപ്പോൾ ഒന്ന് കൂടി അനുസ്മരിക്കുകയാണ്. മറ്റൊന്നുമല്ല, സാക്ഷാൽ അംഗമഹാരാജാവിൻ്റെ വംശം, ധ്രുവൻ്റെ വംശം, അത് വർണ്ണിക്കുമ്പോഴാണ് വേനൻ എന്ന നിരീശ്വരവാദിയുടെ കഥ വരിക. ആ വേനൻ എന്ന നിരീശ്വരവാദി, ഞാൻ മാത്രമേ ദൈവമായിട്ടുള്ളൂ, രാജാവ് ഭരണാധികാരി ആണ് ലോകത്തിലെ കാണപ്പെട്ട ദൈവം, അതല്ലാതെ ഒരു ദൈവമൊന്നും ഇനിയില്ല. ഉണ്ടെന്ന് പറയുന്നവനെ ഞാൻ ശിക്ഷിക്കും, നയഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാക്വചിൽ ഇതിന്യവാരയ ധർമ്മം ഭേരീഘോഷേണ. മെഗഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജീപ്പിലൊക്കെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്, മൈക്കൊക്കെ ഫിറ്റ് ചെയ്ത് ഇല്ലേ. എന്തായാലും ഇയാളുടെ ഒച്ച ലോകം മുഴുവനും ശ്രദ്ധിച്ചു. ഭാരതത്തിലൊരു ഭരണാധികാരി, ദൈവമില്ല, ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ് എന്ന നിരീശ്വരവാദത്തിന് വിത്തിട്ടിരിക്കണു. അതാണ് നിരീശ്വരവാദത്തിൻ്റെ വിത്തും ഭാരതത്തിൽ നിന്ന് തന്നെ വന്നതാണെന്ന് നമ്മൾ വേണമെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളാം. യുക്തിവാദം, നമ്മളതിന് മറ്റൊരു ഓമന പേരിട്ടിരിക്കുന്നത് അതാ. ഒരു യുക്തിയും ഇല്ലാതെ കണ്ട് പറഞ്ഞ ഇതാണ് നിരീശ്വരവാദം, യുക്തിവാദം എന്ന് ശഠിക്കുന്ന, സമർത്ഥിക്കുന്ന കുറേ ഗംഭീരന്മാർ ഉണ്ട്. അത് വളരെ കേമായിട്ട് പൊക്കി നടക്കുന്നവരും ഉണ്ട് ഇന്നും. അതിൻ്റെ തുടക്കക്കാരൻ ഭാഗവതത്തിൽ കാണുന്ന അംഗമഹാരാജാവിൻ്റെ പുത്രൻ വേനനായിരുന്നു. പക്ഷേ അയാളുടെ പ്രസംഗം സജ്ജനങ്ങളായ മഹർഷിമാർക്ക് പിടിക്കണില്ല. അതുകൊണ്ട് അവർ ചെന്ന് അയാളെ ഉപദേശിച്ച് നോക്കി. താൻ ഈശ്വരനില്ല, ഈശ്വരനെ ആരും സേവിക്കരുത് എന്നല്ല, ആരെങ്കിലും ഈശ്വരനെ സേവിക്കാൻ പുറപ്പെട്ടാൽ, യാഗം ചെയ്യാൻ പുറപ്പെട്ടാൽ, ഹോമാദികൾ ചെയ്യാൻ പുറപ്പെട്ടാൽ, വിളക്ക് കത്തിക്കാൻ പുറപ്പെട്ടാൽ, വല്ല അണിയെ പത്മട്ട് വേദിക്കുക അങ്ങനെ വല്ലതിനും പുറപ്പെട്ടാൽ അതിനെയൊക്കെ ഇയാളും ഇയാളുടെ ഭടന്മാരും കൂടി വന്ന് നശിപ്പിക്കും.
ഈശ്വരനില്ല, അമ്പലങ്ങളൊക്കെ അടച്ചു പൂട്ടുക. ഇന്ന് നമ്മൾ കേൾക്കണില്ലേ അതുപോലെ. എന്നിട്ട് വല്ല റബ്ബറും വയ്ക്കുക. അമ്പലങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഗംഭീരമായിട്ട് റബ്ബറോ തെങ്ങോ ഒക്കെ വെച്ചാൽ നാടിനാവശ്യമുള്ളത് വല്ലതും കിട്ടും. അല്ലെങ്കിൽ കൃഷിസ്ഥലങ്ങൾ ഉണ്ടാക്കുക. അമ്പലം ഇത് ആദ്യം ലോകത്ത് പ്രചരിപ്പിച്ചു ഇയാൾ. മഹർഷിമാർ വന്ന് പറഞ്ഞപ്പോൾ അവരെ കളിയാക്കി. സ്വന്തം ഭർത്താവ് ഇരിക്കെ ആ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയല്ല വേണ്ടത്, ഞങ്ങളെ കണ്ട് പഠിക്ക് എന്ന് കുറേ വേശ്യാസംഘങ്ങൾ വന്ന് ഈ പതിവ്രതയെ ഉപദേശിച്ച് നീ ചെയ്യണതാ തെറ്റ്, ഞങ്ങൾ ചെയ്യണത് വലിയ ലോകസേവനാണ് എന്ന് പറയുന്നത് പോലെയാണല്ലോ മഹർഷിമാരെ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരുന്നത്. നിങ്ങൾ മനുസ്മൃതി വായിച്ചിട്ടില്ല അല്ലേ? മനുസ്മൃതിയിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട് രാജാ പ്രത്യക്ഷ ദൈവതം. മഹർഷിമാരെ കളിയാക്കാനാണ് അത് പറയണത്. അപ്പോൾ പുസ്തകം വായിച്ച് അവിടുന്നും ഇവിടുന്നും ചിലതൊക്കെ മനസ്സിലാക്കി എഴുതി വയ്ക്കും. നിരീശ്വരവാദികളുടെ ഒരു രീതി അതാണ്. ഇയാൾ അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ മനുസ്മൃതി വായിച്ചിട്ടുണ്ട് താൻ, അതിലുള്ളതൊക്കെ സത്യമാണെങ്കിൽ രാജാവാണ് പ്രത്യക്ഷ ദൈവതം. നിങ്ങൾ പറയണ കാണപ്പെടാത്തൊരു ദൈവം ഇല്ല, പതിവ്രതയ്ക്ക് തൻ്റെ ഭർത്താവ് തന്നെയാണ്. അല്ലാണ്ട് ഇവർ പറയണത് പോലെ കണ്ടവരൊക്കെ പിന്നാലെ പോവലല്ല. എന്തൊക്കെയോ പറയണ്ട അയാൾ. മഹർഷിമാർക്ക് ഇത് കേട്ട് നിൽക്കാൻ വയ്യാണ്ട് അതിലൊരാൾ എന്നൊരു പുച്ഛത്തിലൊരു മൂളി അവിടുന്ന് പോയി കഴിഞ്ഞു. ഭാഗവതം നമ്മൾക്ക് ചൂണ്ടിക്കാണിച്ചു തരണു. ഭാരതീയരുടെ, മഹർഷിമാരുടെ, ഈശ്വരനെ സേവിക്കുന്ന ആളുകളുടെ വെറും ഒരു ഹുങ്കാരത്തിന് നശിപ്പിക്കാവുന്നതേ ഉള്ളൂ ലോകത്തിലെ ഇത്രയും വലിയ നിരീശ്വരവാദം സംഘടന എന്നൊക്കെ പറയണത്. അതവിടെ കാണിച്ചു തന്നു. അമ്മ പാവം, വേനൻ്റെ അമ്മ തൻ്റെ മകനെ മഹർഷിമാർ വന്ന ഹുങ്കാരത്തോടെ കസാലയം വന്ന് തള്ളി താഴ്ത്തിട്ടു. അയാൾ മരിച്ചു. ആൾ മലന്നു വീണ ആളുടെ മേത്ത് കസാലയും. ആ ഒരു ഫോട്ടോ ആണ് ഭാഗവതത്തിൽ കാണിച്ചു തരണത്. മഹർഷിമാർ പോയി അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ മകൻ്റെ ശരീരം വലിച്ചെടുത്ത് തോണിയിലിട്ട് ഒരു മനോവിഭ്രാന്തി വന്ന സ്ത്രീയെപ്പോലെ കരയാനും വയ്യ ചിരിക്കാനും വയ്യ, അങ്ങനെ ചിത്രത്തിലെഴുതിയ പോലെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുക. മഹർഷിമാർക്ക് കുറ്റബോധം തോന്നിയിട്ടാണ് അവർ വന്ന് ഈ എണ്ണത്തോണിയിലിട്ട ശവശരീരം ദഹിപ്പിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല അമ്മയ്ക്ക്. അത് കാരണം മഹർഷിമാർ തന്നെ എണ്ണത്തോണിയിൽ നിന്ന് പുറത്ത് കിടത്തി ആ അമ്മയെ, മരിച്ചുപോയ അല്ലെങ്കിൽ അപ്രത്യക്ഷനായ ഇയാളുടെ അച്ഛനെ, അംഗമഹാരാജാവിനെ ഒക്കെ ഓർത്ത്, എങ്ങനെയാണ് അംഗമഹാരാജാവിന് ഇങ്ങനെയൊരു കുരുത്തം കെട്ട മകനുണ്ടായത്? നാ അംഗസ്യ വംശോ രാജഋഷേരേഷു സംസ്ഥാതുമർഹതി. അദ്ദേഹം മഹാകേമൻ, ഇയാൾ ഇങ്ങനെ ആയിപ്പോയി. നമുക്ക് നോക്കാം. ശവശരീരം കടഞ്ഞെടുക്കാൻ മഹർഷിമാർ തയ്യാറായി. അങ്ങനെ ശവശരീരത്തിൻ്റെ ഊരുക്കൾ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു കാട്ടാളൻ പൊങ്ങി വന്നു. ഞാനെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുത്രേ മഹർഷിമാരോട്. മമന്തൊരൂരും തരസാ തത്രാസിൽ ബാഹുകോ നര. അയാളോട് മഹർഷിമാർ പറഞ്ഞു, നീ എൻ്റെ പൊന്നു ചങ്ങാതി ഇവിടെ ഇരിക്കരുത്, നീ വല്ല കാട്ടിലും പോയി എങ്ങനെയെങ്കിലും ജീവിച്ചോ, വല്ല നായാട്ട് നടത്തുകയൊക്കെ ചെയ്ത്. ഓ ശരി, അപ്പോൾ ഞാൻ കാട്ടിലേക്ക് പൊക്കോട്ടെ. കാട്ടിൽ പോയിരുന്നോ, ഇങ്ങോട്ട് വന്നേക്കരുത്, നിൻ്റെ സംസ്കാരമൊക്കെ അവിടെ മതി, നിൻ്റെ സംസ്കാരം പരത്തലും വംശപരമ്പരയൊക്കെ അവിടെ, നാട്ടിലേക്ക് വരണ്ട. അവനത് സമ്മതിച്ചു. വേഗം നല്ല മര്യാദക്കാരൻ പോയി. മഹർഷിമാർ പറഞ്ഞു, ഇത് പോരാ, കാട്ടാളന്മാരുടെ വംശം ഉണ്ടായാൽ പോരാ. ഇപ്പോൾ ഒരു കാര്യം വ്യക്തം, വേനൻ്റെ ശരീരത്തിൽ നിരീശ്വരവാദം പറയത്തക്കവണ്ണം ഉണ്ടായിരുന്ന കുരുത്തക്കേട്, അയോഗ്യതകൾ, ദോഷങ്ങൾ എല്ലാം ഇപ്പോൾ അകന്നുപോയി. അതുകൊണ്ട് നമുക്ക് പുരുഷസൂക്തം ജപിച്ചുകൊണ്ട് ഒന്നുകൂടി ദേഹത്തിൻ്റെ ശരീരം മഥനം ചെയ്യാം എന്ന് വിചാരിച്ച് അവർ വീണ്ടും കയ്യ് മഥനം ചെയ്തു. പുരുഷസൂക്തത്തിൽ പറയുന്നുണ്ട്, ബാഹൂരാജന്യകൃത. ഭരണാധികാരം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു രാജാവിൻ്റെ ശക്തി കയ്യിലാണ്. ക്ഷതാൽക്കിലത്രായത ഇത്യുദഗ്ര ക്ഷത്രസ്യ ശബ്ദോ ഭുവനേഷു രൂഢ. കാളിദാസനും പറയുന്നുണ്ട്.
അപ്പോൾ ക്ഷതത്തിൽ നിന്ന് നാടിനെ മുഴുവനും രക്ഷിക്കാനുള്ള ശക്തി സാക്ഷാൽ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ കൈകൾക്കുണ്ട്. ആ കൈകളിൽ നിന്ന് നമുക്കും ലോകം മുഴുവനും രക്ഷിക്കാനുള്ള ശക്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മഥനം ചെയ്ത് ആ ഊർജത്തിൽ നിന്ന് കയ്യിൽ നിന്നുണ്ടായ ഊർജം, അതിൽ നിന്ന് ഉണ്ടായതാണ് സാക്ഷാൽ പൃഥു മഹാരാജാവ്. പാർത്ഥിവൻ, പൃഥു രണ്ടർത്ഥത്തിലും പാർത്ഥിവനാണ്. ഒന്ന്, ഇനി പൃഥുവാണ് പൃഥ്വിയെ ആ പേര് നൽകി സ്വന്തം മകളെ പോലെ ഭരിക്കാൻ പോണത്. അപ്പോൾ ലോകത്തിനൊക്കെ മനസ്സിലാവും ആരാണ് പൃഥു, എന്താണ് പൃഥ്വിക്ക് പൃഥ്വി എന്ന് പേര് വന്നത്, എന്തുകൊണ്ടാണ് വേദത്തിലെ മന്ത്രം ഇത്രമാത്രം പ്രായോഗികമായത്. ബാഹു രാജന്യകൃത എന്ന മന്ത്രമനുസരിച്ച് ബാഹുക്കളിൽ നിന്നുണ്ടായ ഈ ക്ഷത്രിയ ചൈതന്യത്തെ, ക്ഷതത്തിൽ നിന്നും രാജ്യത്തെ മുഴുവനും ത്രാണനം ചെയ്യണമാണ് ഭരണാധികാരികളുടെ യോഗ്യത എന്ന് ലോകത്തിനോട് പറയത്തക്കവണ്ണം ഉള്ള മധുരമായ വാക്കുകളുള്ള പൃഥുവിനെ അവർ സ്വീകരിച്ചു, സിംഹാസനത്തിലിരുത്തി. സ്തുതിക്കാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊക്കെ എന്നെ പിടിച്ച് സിംഹാസനത്തിലെത്തി സ്തുതിക്കുകയാണെങ്കിൽ അത് വേണ്ട, അത് ശരിയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. സ്തുതിക്കേണ്ടത് ഈശ്വരനെ മാത്രം. ഇവിടെ ഞാൻ നിങ്ങൾ പറഞ്ഞു വന്നിരിക്കുന്ന വെറും ഒരാളുടെ പകരം വന്ന ആൾ മാത്രം, ഈശ്വരന് പകരം ഭരണാധികാരത്തിലിരിക്കാൻ വന്ന ഒരാൾ. ഭരണാധികാരത്തിൽ ഒരാളിരിക്കാൻ വന്ന ഉടനെ ആ ആളെ സ്തുതിക്കുക എന്നുള്ള നിങ്ങളുടെ ആ സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇന്ന് പറയൂലോ, ഭരണാധികാരെ കസാലെ കണ്ടാൽ സ്തുതിക്കുക, മണിയടിക്കാൻ വരിക, ജയ് ജയ് എന്ന് പറയുക, ജയ് ജയ് സിന്ദാബാദ് എന്ന് പറയുക. സിന്ദാബാദിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല. സിന്ദാബാദ്, മുർദാബാദ് ഇങ്ങനെ രണ്ട് വാക്ക് പഠിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മുമ്പിലുള്ളവർ പറയണത്. അതൊക്കെ തന്നെ ഞാനും പറയാമെന്നല്ലാണ്ട് ജാഥയിൽ 3000 പേര് പങ്കെടുത്താലും അവർക്ക് എന്താ ജാഥയിൽ വിളിച്ചു പറയണ ഭാഷ വല്ലതും അറിയാം. അപ്പോൾ ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞു നടക്കാമെന്നല്ലാതെ മുമ്പിലുള്ളവനെ എന്താണോ പറഞ്ഞത് അത് തന്നെ ഞാനും പറയണമെന്ന് പറയാമെന്നല്ലാതെ സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല. ഇതറിയാവുന്ന പൃഥു പറഞ്ഞു, നിങ്ങൾ ഈശ്വരനെ സ്തുതിക്കേണ്ടുന്ന വാക്കുകൊണ്ട് എന്നെ സ്തുതിക്കരുത്. ഗൗരവപൂർവ്വം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഭരണാധികാരം ഞാൻ ഇളക്കാം, പക്ഷേ ഈശ്വരനെ സ്തുതിക്കാമെന്ന് നിങ്ങളേൽക്കണം. എൻ്റെ അച്ഛൻ ഈശ്വരനില്ല എന്ന് പറഞ്ഞ് വരുത്തിയ ആളാണെന്ന് ഞാൻ മനസ്സിലാക്കണു. ഞാനിതാ സാക്ഷാൽ മഹാലക്ഷ്മിയെയും കൊണ്ടുവന്നിരിക്കുകയാണ് ഭൂമിയിലേക്ക്. നിങ്ങൾക്ക് എന്നെയും ലക്ഷ്മിയെയും ഞങ്ങൾ ചെയ്തു തരുന്ന പ്രവൃത്തിയുടെ മാനം അനുസരിച്ച് കണ്ട് അനുഭവപ്പെട്ട് സ്തുതിക്കാം. അല്ലാണ്ട് ഇന്നലെ പറഞ്ഞവൻ പറഞ്ഞ വാക്ക് തന്നെ പിന്നെയും പറയുക, ആവർത്തിച്ച് പറയുക, ജയ് ജയ് പറയുക, സിന്ദാബാദ് പറയുക, അത് വേണ്ട. സ്തുതിക്കാൻ വന്നവരെ ഭരണാധികാരി ആവാൻ പോകുന്ന ആൾ തടഞ്ഞപ്പോൾ തന്നെ അവർ മുഖത്തോട് മുഖം നോക്കി. അപ്പോൾ മഹർഷിമാർ സജ്ജനങ്ങൾ ഇടപെട്ട് പറഞ്ഞു, അങ്ങനെയല്ല, അവിടുന്ന് എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന പ്രാർത്ഥനയാണ് ഞങ്ങളുടെ സ്തുതിയിൽ. അല്ലാതെ അങ്ങയെ സ്തുതിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. ഞങ്ങളുടെ ആവലാതി പറയുകയാണ്. വയം രാജൻ ജാഠരേണാഭിതപ്ത യഥാഗ്നിന കോടരസ്ഥേന വൃക്ഷാഹ. വൃക്ഷകോടരത്തിൽ തീയുണ്ടെങ്കിൽ ആ തീയ് ക്രമേണ മുകളിലേക്കും ക്രമേണ അടിയിലേക്കും വ്യാപിച്ച് കൊമ്പുകളും നശിക്കും, കടയും തടിയും വേരും ഒക്കെ നശിക്കും. ക്രമേണ ആ കട്ടിത്തീയ് കനൽ കൊണ്ട് ക്രമേണ എല്ലാം ഇല്ലാതെ ഉണ്ടാക്കും. ഇതുപോലെയാണ് ഇവിടുത്തേക്ക് അറിയാലോ പാവപ്പെട്ട ജനങ്ങളുടെ പട്ടിണി കിടന്നിട്ടുള്ള വിഷമം. അത് ജഠരാഗ്നി എന്ന് പറഞ്ഞാലും അത് മുകളിലേക്കും താഴേക്കും ആ മനുഷ്യനെ, വ്യക്തിയെ ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് വേഗം ഈ വിശക്കുന്ന ജനതയ്ക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണം. ഭൂമിയിൽ വിതച്ചാൽ ഒന്നും ഉണ്ടാവണില്ല, പച്ചപ്പുണ്ടാവണില്ല, വിത്തുകൾ മുളയ്ക്കണില്ല, ഭൂമി എല്ലാം പിടിച്ചു വച്ചിരിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നണു. ഭഗവാൻ അവിടുന്ന് എഴുന്നേറ്റു, അമ്പും വില്ലും കയ്യിലെടുത്തു,
തൻ്റെ ജനതയ്ക്ക് തന്നെ ഭരണാധികാരിയാക്കിയവർക്ക് എന്തോ ഒന്ന് നല്ലത് സഹായം ചെയ്യാനുള്ള അവസരം. അദ്ദേഹം അമ്പും വില്ലും പിടിച്ച് ഭൂമിയോട് ചോദിച്ചു ഇത്രേ, ഭൂമി എന്തുകൊണ്ട് നീ ഞാൻ തന്നെ വൈകുണ്ഠത്തു നിന്ന് മഹാലക്ഷ്മിയോടുകൂടി ഇവിടെ വന്നിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ പ്രജകൾക്ക് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിടണു ചോദിച്ചു. ആദ്യമൊക്കെ ഭൂമി ഒരു പശുവിൻ്റെ വേഷത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പൃഥുവിൻ്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അങ്ങനൊരു മെതിയടി പൃഥു അണിഞ്ഞിട്ടുണ്ട്. ആ മെതിയടിയിൽ കൂടെ കയറി നിന്നാൽ ഇന്നിപ്പോൾ സ്കേറ്റിംഗ് കുട്ടികൾ നടത്തുന്ന കാണാറില്ലേ, ഇതുപോലെ എവിടെ വേണമെങ്കിലും എത്താം. എവിടെ ഭൂമി പോയാലും പിന്നാലെ അദ്ദേഹം ആയുധധാരി ഉണ്ട്. നിനക്ക് എൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല, നിന്ന് ഉത്തരം പറഞ്ഞേ ഒക്കൂ. അപ്പോൾ പൃഥ്വി ഭൂമി രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, പൃഥു മഹാരാജാവേ, അങ്ങ് ഒരു കാലത്ത് വരാഹമൂർത്തിയായി വന്ന കാലത്ത് എന്നെ തേറ്റ കൊണ്ടേറ്റി എന്നെ അവിടുത്തെ മുഖത്ത് വെച്ച് ലാളിച്ചു. ഉമ്മ 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 എന്നൊക്കെ പറഞ്ഞ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ ലാളിക്കണത് പോലെ അവിടുന്ന് അടിയനെ അന്ന് വളരെയധികം ലാളിച്ചു. അതിൻ്റെ ഓർമ്മ അടിയനുണ്ട്. ഇന്നിപ്പോൾ അതേ അവിടുന്ന് തന്നെ ത്വമേവാ എന്നെ അമ്പും വില്ലും എടുത്ത് വസുധേത്വാം വധിഷ്യാമി എന്ന് അലറിക്കൊണ്ട് വരുന്നു. എനിക്ക് എവിടെ ഓടി രക്ഷപ്പെടാനാ? ഞാനൊരു പശുവായിട്ട് വേഷത്തിൽ ഓടിയെന്നല്ലാണ്ട് അവിടുത്തെ നിന്ന് രക്ഷപ്പെടില്ല, അറിയാം. പിന്നെ എന്തുകൊണ്ട് നീ ചോറ് കൊടുത്തില്ല ജനങ്ങൾക്കത് ചോദിച്ചില്ലേ? അതിന് മറുപടി ഉണ്ട് അടിയൻ്റെ കയ്യിൽ. ഈശ്വരനില്ല ഈശ്വരനില്ല എന്ന് പറയണമെന്നൊരു ഭരണാധികാരി പറയുക, അത് ചുമ്മാ ഏറ്റെടുത്ത് എല്ലാവരും പറയാം ഈശ്വരനില്ല ഈശ്വരനില്ല, ഈശ്വരനൊന്നും കൊടുക്കണ്ട എന്ന്. അങ്ങനെ ഈശ്വരനില്ല എന്ന് പറയുന്നവർക്ക് ഭക്ഷണം കൊടുക്കില്ല ഞാൻ. അതാണ് ഭൂമിയിലെ മുളപ്പിക്കാനുള്ള കഴിവിനെ ഞാൻ പിൻവലിച്ചത്. ഭൂമിയിൽ എന്തിട്ടാലും മുളക്കില്ല. കാരണം ജനങ്ങൾ പട്ടിണി കിടന്ന് ചാവട്ടെ. ഈശ്വരനില്ല എന്ന് പറയണ ഒരു പട്ടിണി കിടന്ന് ചാവണം എന്നാണ് അമ്മയായ ഈ ഭൂമിയുടെ ആഗ്രഹം. മക്കളൊക്കെ ചത്തൊടങ്ങട്ടെ എന്നിൽ തന്നെ. പൃഥു ദീർഘശ്വാസം വിട്ടു. എന്നിട്ട് പറഞ്ഞു, ശരി, നീ പറഞ്ഞതിലെ ഗൗരവം എനിക്ക് മനസ്സിലായി. ഭൂമിയിലെ എല്ലാ ജനങ്ങളെ കൊണ്ടും ഈശ്വരനെ സേവിപ്പിച്ചോളാം എന്ന് ഞാനിതാ നിന്നോട് പറയണു. നീ എൻ്റെ മകളെപ്പോലെ എനിക്ക് എൻ്റെ പ്രജകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അമ്മയായിട്ട് നിൽക്കണം. സംശയം എന്താ? പൃഥു മഹാരാജാവിന് വേണ്ടി മകളെപ്പോലെ എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു കാമധേനുവായിട്ട് അവിടെ നിന്നു. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടുന്നതൊക്കെ പൃഥു മഹാരാജാവ് തന്നെ തൻ്റെ പാത്രത്തിലേക്ക് കറന്നെടുത്തു. ദേവന്മാർക്ക് വേണ്ടതൊക്കെ ദേവേന്ദ്രൻ കറന്നെടുത്തു. രക്ഷസുകൾക്ക് വേണ്ടത് ദാനവന്മാർക്ക് വേണ്ടത്, ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് സ്വന്തമായ പാത്രങ്ങളുള്ളത് ഭൂമിയുടെ 4 മുലയിൽ നിന്നും ചുരത്തി കൊടുക്കുന്ന ആ ദുഗ്ധം പാലായിട്ട് എല്ലാവരും വാങ്ങി ലോകത്തിലുള്ള സകല ജനങ്ങൾക്കും, പാർട്ടി നോക്കിയിട്ടല്ല എന്നർത്ഥം, പാർട്ടിക്കാർക്ക് ചില നല്ല നല്ല പദവികളും യോഗ്യതകളും അല്ലാത്തവർക്കില്ല അവഗണന, അങ്ങനെയല്ല. ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടേണ്ടത് കിട്ടി, സ്ഥാനമാനങ്ങൾ കിട്ടി, എന്തൊന്നില്ലാത്ത സന്തോഷം. പൃഥു പറഞ്ഞു, ഇനി ഈ കിട്ടിയ സ്ഥാനമാനങ്ങളും സന്തോഷത്തോടെ കിട്ടിയ അനുഭവങ്ങളും വെച്ച് നിങ്ങൾ ഇത് ഈശ്വരൻ തന്നതാണെന്ന് മനസ്സിലാക്കി ഈശ്വരനെ സേവിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പൃഥു മഹാരാജാവിൻ്റെ അതിഗംഭീര പ്രസംഗം ഇവിടെ മാത്രമല്ല, ലോകത്തെവിടെയും പൃഥുവിൻ്റെ പ്രസംഗം വേണമെന്ന് ആളുകൾ വന്ന് അപേക്ഷിക്കുക. പൃഥു മഹാരാജാവ് ചെല്ലും. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പറഞ്ഞല്ലോ ആദ്യം, ചാരു, ചിത്രപദം, ശ്ലക്ഷ്ണം, മൃഷ്ടം, ഗൂഢം, അവിക്ലവം, സർവേഷാം ഉപകാരാർത്ഥം സാരം സുഷ്ഠു മിതം മധു. സാരവും സുഷ്ഠുവും മിതവും മധുവുമായ മധുരമധുരമായ വാക്കുകൾ ചേർത്ത് നല്ല 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 പ്രസംഗങ്ങൾ ചെയ്യും. അതെന്താ അതിൻ്റെ ചുരുക്കം? ഈശ്വരനുണ്ട് എന്ന് തന്നെ. ആ ഈശ്വരനെ സേവിക്കാനുള്ളതാണ് മനുഷ്യജന്മം. ആ മനുഷ്യജന്മം കിട്ടിയിട്ട് അത് വിട്ട് ഈശ്വരനില്ല എന്ന് പറയുന്നവരായാൽ അത് അംഗീകരിക്കാനാവില്ല, അതിൽ യുക്തിയില്ല.
ഈശ്വരൻ നമുക്ക് നൽകുന്ന ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് ഈശ്വരനില്ല എന്ന് പറയാനുള്ള ശക്തി പോലും പറ്റുള്ളൂ. ഈശ്വരൻ എന്ന് പറഞ്ഞ സമയത്ത് ഹാർട്ട് നിന്നു, പൾസ് നിന്നു, ബാക്കി ഇല്ല എന്ന് പറയാൻ വയ്യ, ആൾ ചത്ത അവിടെ വീഴും ഇല്ലേ. അപ്പോൾ ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് ഈശ്വരനില്ല എന്ന് പറയാനുള്ള ശക്തി പോലും നമ്മളിൽ ഉള്ളുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇപ്പോൾ കുറച്ച് മുൻപ് പ്രസംഗിച്ച അദ്ദേഹം വളരെ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തന്നു. ആത്മചൈതന്യം മനസ്സിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ഭഗവാൻ നൽകണു. ഈശ്വരൻ സാക്ഷിയായിട്ട് നിൽക്കുന്നത് ഹൃദയേ എന്നാണ്. ഹൃദ് അയേ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഹൃത്തിൽ അയനം ചെയ്യുന്നു ഞാൻ എന്നാണ്. അതിൽ ഞാൻ എന്നുള്ള വാക്കില്ല. അവിടെ ഭഗവാൻ പറയണത് ഹൃത്തിൽ അയനം ചെയ്യുന്നു, ഹൃദ് അയേ. അപ്പോൾ അതാണ് എൻ്റെ സ്ഥാനം. ഹൃത്തിൽ അയനം ചെയ്യുന്ന ഭഗവാൻ ഹൃദയത്തിലിരുന്നു കൊണ്ട് ബാക്കിയുള്ള അവയവങ്ങൾക്കൊക്കെ തൃതീയത്തിലെ കാബിലത്തിൽ പറയണില്ലേ, എന്താ കണ്ണിൻ്റെ ദേവത എന്നും പറഞ്ഞ ഒരാൾ അവിടെ വന്നിരുന്നു, കാണാൻ പറ്റണില്ല. ചെവിയുടെ ദേവതയാണ് ഞാൻ എന്നും പറഞ്ഞ ഒരാൾ ചെവിയിൽ വന്നിരുന്നു, ചെവി കേൾക്കണില്ല. കയ്യിൻ്റെ വിരലിൻ്റെ ഇങ്ങനെ ഓരോ 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 അവയവങ്ങൾക്കും പ്രത്യേകം ദേവതകളുണ്ട്. അതാണ് വിരാൾ സ്വരൂപൻ കാണിച്ചു തരണത്. എന്നിട്ടോ നോദദുഷ്ടത്തതാ വിരാൾ. കപിലൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തമാശയായിട്ട് അത് മുഴുവനും ചിത്രീകരിക്കുന്നുണ്ട്. കണ്ണിൻ്റെ ദേവത കണ്ണിൽ വന്നിരുന്നു, മൂക്കിൻ്റെ ദേവത മൂക്കിൽ വന്നിരുന്നു, നാവിൻ്റെ ദേവത നാവിൽ വന്നിരുന്നു, ചെവിയുടെ ദേവത അവിടെ വന്നിരുന്നു, തലയുടെ ദേവത കയ്യിൻ്റെ എല്ലാ അവയവങ്ങളിലും ദേവതകൾ 8-10 തരം ദേവതകളുണ്ട്. എന്നിട്ടോ നോദദുഷ്ടൽ ആളെ എണീറ്റില്ല. ആൾക്ക് കണ്ണ് കാണാൻ വയ്യ, ചെവി കേൾക്കാൻ വയ്യ, വിരലനക്കാൻ വയ്യ. അതിൻ്റെ ആൾ വന്നിരുന്നിട്ടും ഇല്ല. അത് നമ്മൾ പറയാറുള്ള പോലെയാണ്. ബസ്സിൻ്റെ സീറ്റിലൊക്കെ ആൾ വന്നിരുന്നു, ബസ് ഫുള്ളായി. 56 സീറ്റ് ഉണ്ടെങ്കിൽ 56 സീറ്റിലും, അല്ല 49 സീറ്റാണെങ്കിൽ 49 സീറ്റിലും ആൾ വന്നിരുന്നു. കണ്ടക്ടർ വരാനിട്ടാണ് എന്ന് പറഞ്ഞ ആൾ ചെന്നു, കണ്ടക്ടറും വന്നു. കണ്ടക്ടർ ബെല്ലും അടിച്ചു, എന്നിട്ട് ബസ് പോകണില്ല. എന്താ അത്, ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കണു. ഏത് സീറ്റ്? ഡ്രൈവറുടെ സീറ്റ്. ഡ്രൈവർ വരാതെ ബസ് പോവോ? ബെല്ലടിച്ചൂല്ലോ, ബെല്ലടിച്ചാൽ ബസ് പോകണ്ടേ? ബെല്ലടിച്ച് കണ്ടക്ടറുടെ ജോലി അതും കൂടിയായി. ഡ്രൈവറുടെ സീറ്റിൽ ഡ്രൈവർ വന്നിരുന്നാലേ വണ്ടി പോവുള്ളൂ എന്നറിയാവുന്നതുപോലെ ചിത്തേന ഹൃദയം ചൈത്യക്ഷേത്രജ്ഞ പ്രാവിശദ്യത വിരാൾ തദൈവ പുരുഷ സലിലാൽ ഉദതിഷ്ഠത. വിരാൾ സ്വരൂപിയായി പ്രപഞ്ചസ്വരൂപിയായി കിടക്കുന്ന അവിടുന്ന് ചലിക്കണമെങ്കിൽ ഹൃദയത്തിലെ ചൈത്യനായ തേജസ് കൊടുക്കുന്ന ആ ജീവാത്മചൈതന്യം, പരമാത്മചൈതന്യത്തിൻ്റെ ഒരു പ്രതിബിംബം പോലെ ഇവിടെ വരണം. അപ്പോഴേ കണ്ണിന് കാണാറാവുള്ളൂ, ചെവിക്ക് കേൾക്കാറാവുള്ളൂ, അല്ലെ മൂക്കിന് വാസനിക്കാൻ പറ്റുള്ളൂ, നാവിന് അതിൻ്റെ രസാനുഭവവും സംസാരവും നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിലേക്കും ചൈതന്യം കൊടുക്കുന്ന ഹൃദയത്തിലെ ചൈതന്യം, അതാണ് ജഗതീശ്വരൻ. അതില്ല എന്ന് പറയണമെങ്കിൽ ആ ഈശ്വരൻ്റെ ഹെൽപ്പ് സഹായം ആവശ്യമാണ്. ഇത് പൃഥുമഹാരാജാവിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം നിന്നു. സഭ്യാശ്രണുത ഭദ്രം വ സാധവോ യൈഹാഗതാഃ സൽസു ജിജ്ഞാസുഭി ധർമ്മമാവേദ്യം സ്വമനീഷിതം. അല്ലയോ സദസ്യരെ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ എനിക്കറിയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാൻ വന്നതല്ല, മറിച്ച് എനിക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ എൻ്റെ വാക്കുപിട ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇദ്ദേഹം വേണ്ടത് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ എന്തിനായി? അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് എന്നെ തിരുത്താം. ആവേദ്യം സ്വമനീഷിതം. എൻ്റെ ഉള്ളിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയുമ്പോൾ ഇതല്ല ശരിയെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തി എന്നെ തിരുത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഭദ്രം വ സാധവോ യൈഹാഗത. ഇവിടെ വന്ന സജ്ജനങ്ങൾ കേൾക്കണം. ജിജ്ഞാസുഭി സൽസു ധർമ്മം ആവേദ്യം. ജിജ്ഞാസുക്കളായിട്ടിരിക്കുന്ന ആളുകളുടെ സജ്ജനങ്ങളുടെ മുമ്പിൽ എനിക്ക്
എൻ്റെ അറിവില്ലായ്മ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. കാരണം അപ്പോഴേ നിങ്ങൾ ഇയാൾ പറഞ്ഞത് ശരിയായില്ലല്ലോ, അതൊന്നും തിരുത്തണല്ലോ എന്ന് എന്നോട് തിരുത്തി പറയുള്ളൂ. അപ്പം എനിക്ക് നിങ്ങളിൽ നിന്ന് യഥാർത്ഥ വസ്തുത എന്തോ, യഥാർത്ഥമായ അറിവ് എന്തോ, യഥാർത്ഥ ജ്ഞാനം എന്തോ അത് ഗ്രഹിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എൻ്റെ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, എൻ്റെ അറിവുകേട് നിങ്ങളുടെ മുമ്പിൽ വിതരണം ചെയ്യുകയാണ്. അത് വേണ്ടതുപോലെ ഹേ സഭ്യാഹ സദസ്യരെ, നിങ്ങളെല്ലാവരും തിരുത്തിത്തരാൻ കനിവുണ്ടാവണം, കാരുണ്യമുണ്ടാകണം. എന്താ പൃഥു മഹാരാജാവിൻ്റെ പ്രസംഗം? ഇതങ്ങോട്ട് കേട്ടാൽ എങ്ങനെ കൈയടിക്കാതിരിക്കും ജനങ്ങൾ? ഇവിടെ പറയണു മൈത്രേയൻ, ഹേ വിദുര, പൃഥു മഹാരാജാവിൻ്റെ പ്രസംഗം അങ്ങനെയാണ് ആരംഭിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ നിരീശ്വരവാദ തത്വങ്ങൾ അടിച്ചേൽപ്പിക്കാനും, യാഗം ചെയ്യരുത്, ഹോമം ചെയ്യരുത്, അമ്പലങ്ങൾ പാടില്ല, നല്ല കാര്യങ്ങളൊന്നും ചെയ്യരുത്, സജ്ജനങ്ങളോട് ബഹുമാനം പാടില്ല എന്നെന്തെല്ലാമോ പറഞ്ഞു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, അച്ഛൻ പറഞ്ഞ രീതിയിലല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈശ്വരനുണ്ട്, ഈശ്വരനെ നമ്മൾ സേവിക്കണം. ആ സേവിക്കൽ എൻ്റെ അഭിപ്രായത്തിൽ ഹോതവ്യം, ദാതവ്യം, ഹോമാദികൾ ചെയ്യണം, യാഗാദികൾ ചെയ്യണം, യജ്ഞാദികൾ ചെയ്യണം, ദാനാദികൾ ചെയ്യണം. അങ്ങനെയാണ് എൻ്റെ അറിവ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു യാഗശാല കെട്ടി സജ്ജനങ്ങളെ വിളിച്ചു വരുത്തി യാഗാദികൾ തുടങ്ങണത്. യജ്ഞേന യജ്ഞം അയജന്ത ദേവാഹ എന്നാണ്. എന്താ അത്? യജ്ഞസ്വരൂപിയെ യജിക്കാൻ ചില സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കും. അതൊക്കെ യജ്ഞത്തിൻ്റെ അംഗങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം, ചമത, പുല്ല്, കൂർച്ചം, അതേപോലെ പവിത്രം, പലക, കിണ്ടി, അതേപോലെ അനവധി സാധനങ്ങളെന്നർത്ഥം. അപ്പോൾ യജ്ഞത്തിന് വേണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ യജ്ഞത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ യജ്ഞഭാഗങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു യജ്ഞം പൂർണ്ണമാകുമ്പോൾ യജ്ഞസാധന, യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം. ഭഗവാൻ യജ്ഞഗുഹ്യനാണ്. യജ്ഞത്തിൻ്റെ പിന്നിൽ ഗോപനം ചെയ്ത് മറഞ്ഞിരിക്കുന്ന ആളാണ്. അവിടുന്ന് പ്രത്യക്ഷപ്പെടാതെ വയ്യ. പൃഥു മഹാരാജാവ് യാഗം ചെയ്തപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അത് അധീക്ഷതരാജാതു, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ കാരണം? അതിന് വേണമെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ വശം നമുക്കിവിടെ കാണാം. ഇത് രാഷ്ട്രീയ കഥ ആയതുകൊണ്ട് പൃഥു മഹാരാജാവിൻ്റെ കഥ ഇന്നത്തെ രാഷ്ട്രത്തിൻ്റെ കഥയാണ്, രാഷ്ട്രീയ കഥയാണ്. ഒരു ഭരണാധികാരി എങ്ങനെ ആവണം എന്ന് കാണിക്കുന്ന കഥയാണ്. ഭഗവാൻ തന്നെ അവതരിച്ച് ആ ഭരണാധികാരിയുടെ വേഷം കെട്ടിയ ആളാണ്. അപ്പോൾ പശുവായ ഭൂമിയിൽ നിന്ന് വേണ്ടതൊക്കെ കൊടുത്തു, യാഗം ചെയ്യാനൊരുങ്ങി. യാഗത്തിൽ പൃഥുവിനേക്കാൾ കേമനാണെന്ന് അഭിമാനിക്കുന്ന ഒരാൾ വന്നു. ഇയാൾ 1 അല്ല 10 അല്ല 100 യാഗം ചെയ്യുന്നു തോന്നുന്നുണ്ടല്ലോ. 100 യാഗം ചെയ്ത ഇയാൾ ശതക്രതു, 100 യാഗം ചെയ്തവൻ എന്ന ബാനറുമായിട്ട് എൻ്റെ അവിടേക്ക് കയറി വരില്ലേ? അപ്പം എനിക്ക് എണീക്കേണ്ടി വരില്ലേ? ഒരാൾക്ക് പേടി തുടങ്ങി, സൈക്കോളജിക്കലി പേടി. എന്താ അത്? ദേവേന്ദ്രൻ. ഇയാൾ 100 യാഗം ചെയ്ത് എൻ്റെ ലോകത്തേക്ക് കയറി വന്നാൽ എനിക്ക് ഇവിടുന്ന് എണീക്കേണ്ടി വരുമോ, എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച ദേവേന്ദ്രൻ കള്ളവേഷം കെട്ടി പൃഥുവിൻ്റെ യാഗത്തിൻ്റെ ഇടയിൽ വന്നു. അയാൾ നോക്കുമ്പോൾ യാഗത്തിന് ഉപയോഗിക്കാനുള്ള പശു അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ ഒരു സന്യാസിയുടെ വേഷം കെട്ടി ആ പശുവിനെയൊക്കെ തൊട്ട് തലോടി. കുറച്ച് കഴിഞ്ഞപ്പോൾ സന്യാസിയെ കാണാനില്ല, പശുവിനെ കാണാനില്ല. മഹർഷിമാരെ യാഗപശു ഇവിടെ നിന്നിരുന്നല്ലോ, ഇപ്പോൾ കാണാനില്ലല്ലോ. അവിടെ ഒരു സന്യാസി നിൽക്കണ കണ്ടു. അയാൾ ആ കയറ് പിടിച്ചോ സംശയം. പോയോ? അവർക്ക് സന്യാസിയല്ല, കള്ളസന്യാസിയാൻ തീർച്ചയായി. പൃഥുവിൻ്റെ മകൻ വിജിതാശ്വൻ, അദ്ദേഹം അവിടെ നിന്ന് എണീറ്റു. ഞാൻ കൊണ്ടുവരാം അച്ഛാ പശുവിനെ. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ സന്യാസി പശുവിനെ കൊണ്ടുപോണു. സന്യാസിയെ അങ്ങനെ പിടിച്ചു, കള്ളസന്യാസി ദേവേന്ദ്രനാ. അങ്ങനെ കൊണ്ടുവന്നു യാഗശാലയിലേക്ക് ദേവേന്ദ്രനെയും പശുവിനെയും കൂടി. വാളെടുത്തു, വെട്ടാൻ ഭാവിക്കുകയായി പശുവിനെ കട്ടുകൊണ്ടുപോയ ആളെ. ഉടനെ ബ്രഹ്മാവ് ഹംസത്തിൻ്റെ മുകളിൽ പറന്ന് വന്നു യാഗശാലയിലേക്ക്. അരുതരുത്,
നമ്മൾ കേട്ടില്ലേ, അരുതരുത് ദുരിതമിത്, കൊല്ലരുത് കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല, വാള വാങ്ങി. പൃഥു മഹാരാജാവ് പറഞ്ഞു മകനോട്, വേണ്ട, അദ്ദേഹം പറയണത് കേൾക്കുക. ബ്രഹ്മാവ് പറഞ്ഞു, ഇയാൾ ദേവേന്ദ്രൻ അവിടുന്ന് 100 യാഗം ചെയ്ത് ദേവേന്ദ്രൻ്റെ സ്ഥലത്തേക്ക് കയറി ചെല്ലോ, ദേവേന്ദ്രൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കോ എന്ന് കരുതിയിട്ട് അവിടുത്തെ യാഗം മുടക്കാൻ വന്നതാണ്. അവിടത്തേക്ക് 100 യാഗം ചെയ്ത് സ്വർഗത്ത് പോയിരിക്കലല്ലോ ലക്ഷ്യം. അയ്യോ, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഈശ്വരനെ സേവിക്കാനുള്ള ഒരു വഴി യാഗം എന്നുള്ള നിലയ്ക്ക് അനവധി ആളുകൾക്ക് പങ്കുകൊള്ളാൻ പറ്റൂലോ ഈ വലിയ സത്രം യജ്ഞം എന്ന നിലയ്ക്ക് എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇത്രയേ ഉള്ളൂ. എന്നാൽ അത് അയാളോട് തുറന്ന് പറഞ്ഞാൽ മതി. അയാൾക്ക് പശുവിനെ ആവശ്യമില്ല, അയാൾക്ക് അവിടുത്തെ യാഗം മുടക്കലാണ് ആവശ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പവിത്ര ഊരി കളഞ്ഞുകൊണ്ട് ഞാൻ യാഗം നിർത്തി. അങ്ങക്ക് ശതക്രതു എന്നുള്ള പേര് വേണ്ട, ഏകോന ശതക്രതു എന്ന് അതിലും നീളമുള്ള പേര് തരാം എന്നൊക്കെ ബ്രഹ്മാവ് പറഞ്ഞു. അത് ദേവേന്ദ്രനെ കളിയാക്കാൻ പറഞ്ഞതാ. ശതക്രതു 4 അക്ഷരമേ ഉള്ളൂ. ഏകോന ശതക്രതു ആവുമ്പോഴേക്കോ അയ്യോ 7 അക്ഷരമായി. നമ്മൾ കേൾക്കാറില്ലേ, SSLC 4 അക്ഷരമുണ്ട്, BA MA 2 അക്ഷരമേ ഉള്ളൂ. പിന്നെ ഡോക്ടർ PhD അങ്ങനെയൊക്കെ ആകുമ്പോൾ അക്ഷരം കൂടി. ഏതാ കേമത്തെന്ന് ചോദിച്ചാൽ നമ്മൾ ചിലതൊക്കെ കണക്കാക്കി വെച്ചിട്ടുണ്ടോ. ഇതുപോലെ ശതകൃതമാണോ ഏകോന ശതകൃതമാണോ വലുതെന്നിപ്പോൾ സംശയമായി. ബ്രഹ്മാവ് പറഞ്ഞു, ഈ കുതിരയെ കേൾക്കണ ശതകൃതു എന്ന ദേവേന്ദ്രനേക്കാൾ 99 യാഗം നിർത്തി, ഞാൻ എൻ്റെ യാഗം ഇതോടെ നിർത്തി, എനിക്ക് യാഗേ വേണ്ട, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് എനിക്കൊരു യാഗം വേണ്ട എന്ന് പറഞ്ഞ് നിർത്തിയ അങ്ങയ്ക്കാണ് ഡിഗ്രിയുടെ വലിപ്പം കൂടുതൽ. അങ്ങ് ഏകോന ശതകൃതു, 1 കുറേ 100 യാഗം ചെയ്തവൻ ബ്രഹ്മാവ് പ്രഖ്യാപിച്ചു. അപ്പോഴേക്കും ഭഗവാൻ സാധാരണ യാഗത്തിലേക്ക് ഭഗവാൻ പോവാറില്ല. ഓട്ടൂരിൻ്റെ വരികളിലുണ്ട്, യജ്ഞശാലകളിൽ ചെല്ലാൻ ലജ്ജിക്കും പാദമുള്ളവൻ. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോവാറില്ല എന്ന് പറയും ഇത്രയേ ഭഗവാൻ. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, യജ്ഞശാലകളിൽ ചെല്ലാൻ ലജ്ജിക്കും പാദമുള്ള ഭഗവാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു പൃഥു മഹാരാജാവിനോട്, അങ്ങയുടെ യാഗം നിർത്തിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എന്താ അത്? അങ്ങയുടെ ഹൃദയവിശാലത. താൻ്റെ യാഗം കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടാവുമെങ്കിൽ അങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കിയ യാഗം വേണ്ടാന്ന് പറഞ്ഞ് പവിത്രൂരി കളഞ്ഞില്ലേ, സമ്മതിച്ചു. പിന്നെ ദേവേന്ദ്രനോട് പറഞ്ഞു, അങ്ങക്ക് എന്തിനാ വെറുതെ ഈ പൃഥു മഹാരാജാവിനോട് തമ്മിത്തല്ല്, അദ്ദേഹത്തിന് യാഗം ചെയ്തിട്ടുള്ള പേരോ യോഗ്യതയോ ആവശ്യമില്ല. എന്തായാലും ബ്രഹ്മാവ് വന്നു, ഭഗവാൻ വന്നു, ഇനിയിപ്പോൾ എന്താ, യാഗം അതിഗംഭീരമായി നടന്നു അവിടെ എന്ന് പറയാം. ഭഗവാനോട് പൃഥു മഹാരാജാവ് പറഞ്ഞു, യാഗത്തിൽ സാധാരണ പ്രത്യക്ഷപ്പെടാറാത്ത അവിടുന്ന് വന്നപ്പോൾ അടിയനൊരു മോഹമുണ്ട്. അയ്യോ, വരമല്ലേ, ഇതാ ഞാൻ എത്ര വരം വേണമെങ്കിൽ തരാൻ തയ്യാറായിട്ടാണ് വന്നേക്കുന്നത്, വരം മേടിക്കൂ, വരം മേടിക്കൂ വേഗം. പൃഥു പറഞ്ഞു, എനിക്ക് മറ്റൊരു വരവും വേണ്ട. അവിടുത്തെ കഥകൾ ലോകത്ത് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പാടിയാൽ അത് മുഴുവനും എൻ്റെ ഈ ചെവി കൊണ്ട് പിടിച്ചെടുക്കാറാവണം. നമുക്കിന്നത് പറ്റില്ല, തീർച്ചയല്ലേ. കുറച്ച് കൂടിപ്പോയാൽ മൈക്ക് വെച്ച് അതിൻ്റെ വിസ്താരത്തിൽ എവിടം വരെ ഉണ്ടോ അവിടം വരെ കഥ കേൾക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ചെവി കൊണ്ട് ലോകത്ത് ഇതേ സമയത്ത് ഇപ്പോൾ അനവധി ദിക്കിൽ സപ്താഹം നടക്കുന്നുണ്ടാവും, അനവധി സ്ഥലത്ത്. അതൊക്കെ ഇവിടുന്ന് നമ്മുടെ ചെവി കൂടെ വേറെ 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 ചാനലായിട്ട് കേൾക്കണമെങ്കിലോ അതാലോചിച്ച് നോക്കൂ. അങ്ങനൊരു സംവിധാനം നമ്മുടെ ചെവിക്ക് ഇന്നും പറ്റില്ല. അതാണ് പരീക്ഷിത്തെ ആ പൃഥു മഹാരാജാവ് ഭഗവാനോട് ചോദിച്ചത്, വിധൽസ്വകർണായുധം ഏഷമേ വര. വെറും 2 ചെവിയുടെ ശക്തി കൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേ അടിയന് കഥ കേൾക്കാനുള്ള ഭാഗ്യമുള്ളൂ. അത് പോരാ ഭഗവാന്. കഥ കേൾക്കാനുള്ള മോഹം കൊണ്ട് ചോദിക്കുകയാണ്. അടിയന് ലോകത്തെ എവിടെയൊക്കെ ആരൊക്കെ ഭഗവാന്റെ കഥകൾ പറയുന്നുണ്ടോ അതൊക്കെ അടിയൻ്റെ ചെവി കൊണ്ട് പിടിച്ചെടുത്ത് കേൾക്കാറാവണേ, വേറെ വേറെ ആസ്വദിക്കാറാവണേ. മറ്റൊരു വരവും അടിയന് തരരുത്. പിന്നെ അവിടുത്തെ മഹാലക്ഷ്മി ഒപ്പം വന്ന് അവിടുത്തെ പാദം തലോടിക്കൊണ്ട് നിൽക്കണ കാണുമ്പോൾ അടിയന് അതും
ഒരു മോഹം ആവാറുണ്ട്. അവിടുത്തെ പാദം തലോടുന്ന ആളാക്കിയിട്ട് അടിയനെ നിർത്തിയാൽ, അപ്പോൾ ഭഗവാൻ തമാശയ്ക്ക് ചോദിച്ചു ഇത്രേ, അങ്ങ് നിർത്തിയപ്പോൾ ദേവേന്ദ്രൻ അങ്ങോട്ട് ഷണ്ട കൂടിയ പോലെ മഹാലക്ഷ്മിയും അങ്ങും കൂടി ഷണ്ട കൂടിയാലോ? എൻ്റെ കാല് തലോടണം, എൻ്റെ കാല് തലോടണം, എൻ്റെ കാല് തലോടണം എന്ന് പറഞ്ഞാൽ അങ്ങ്. അപ്പുറത്ത് മഹാലക്ഷ്മി ഞാനും ഭഗവാന്റെ കാല് തലോടാനിരിക്കുക. എന്നിട്ട് കാല് തലോടാൻ രണ്ടാളുടെ കാലെടുത്ത് മടിയിൽ വെച്ച് ഒരാളുടെ കാലെടുത്ത് മടിയിൽ വെച്ച് തലോടുമ്പോൾ ഒരാൾ ഇവിടുന്ന് തലോടി, മറ്റേ ആൾ അവിടെ നിന്ന് തലോടി. ഈ വിരൽ ഈ കാല് തലോടുമ്പോൾ മറ്റേ ആൾ തലോടിയിരുന്ന കാലുമേലൊന്ന് കൊണ്ടു. എന്താ ഈ കാണിച്ചതെന്ന്? താൻ ആ കാല് തലോടല്ലേ? അതെ, ഞാൻ ഈ കാല് തലോടുന്നു. അപ്പോൾ തൻ്റെ വിരലുണ്ട് എൻ്റെ ഞാൻ തലോടുന്ന കാലുമേ താൻ എന്തിനാ തുറന്നേ? എന്നാൽ തൻ്റെ കാലുമേ ഞാൻ ഒരു കുത്ത് വയ്ക്കോ? ആഹാ, താൻ തലോടി ഇപ്പോൾ എൻ്റെ കാലുമേലൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞാൽ അതിന് കുത്തണോ? എന്നാൽ ഞാൻ അമ്മിക്കല്ലുകൊണ്ട് മറ്റേ കാലുമേലെ ഒരു ഇടി. നന്നായില്ലേ? കാല് തലോടാനിരുന്ന ആളുകൾ തമ്മിത്തല്ലി എൻ്റെ കാല ഞാൻ തലോടുന്ന കാലെന്നും പറഞ്ഞ് അവകാശം പറഞ്ഞ് തമ്മിത്തല്ല വയ്യ. ഭഗവാൻ തമാശയ്ക്ക് പറയാ പൃഥുവിനോട്. പൃഥു മഹാരാജാവ് പറഞ്ഞു, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാല് തലോടണം ഞങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല, ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല ഭഗവാനെ. അതുകൊണ്ട് അടിയന് ചെവിയുടെ ശക്തി വലുതാക്കി തന്നാൽ മതി. പൃഥു മഹാരാജാവിൻ്റെ ആ പ്രാർത്ഥന ഭഗവാൻ കേട്ട് പൃഥു മഹാരാജാവിനെ അനുഗ്രഹിച്ച് പൃഥു മഹാരാജാവ് തൻ്റെ ഈ അനുഭവങ്ങളൊക്കെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ വന്നതും അനുഗ്രഹിച്ചതും 10,000 ചെവിയുടെ ശക്തി തന്ന് ലോകത്തിലെ കഥ കേൾക്കുന്നവരിൽ ശ്രവണം ഒന്നാമനാര്? പൃഥു മഹാരാജാവ് എന്നാണ് ഇന്ന്. ഓരോന്നിനും ശ്രവണം കീർത്തനം തുടങ്ങി ഓരോന്നിനും ഓരോ മഹാകെങ്കേമന്മാരെ ഭാഗവതം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കീർത്തനം അത് സാക്ഷാൽ ശ്രീശുകൻ. ശ്രവണം കീർത്തനം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ യോഗ്യതകൾ കൊടുത്ത് ഭാഗവതം ശോഭിക്കുന്നു. നമുക്ക് ഇപ്പോൾ 11:55 ഇവിടെ നിർത്തേണ്ട സമയമായി. ഇനി 1 മണിക്കൂറോളം 55 മിനിറ്റോളം ഇവിടെ പ്രഭാഷണമുണ്ട്. ആ ആൾ വരുന്നത് വരെ നമുക്ക് സമയം തുടരാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.